കുടിച്ചു കുടിച്ച് ഞാൻ ജീവിതം കളഞ്ഞതിന് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോടാ? എന്താച്ചാ ഈ മദ്യമില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുമുട്ടുമായിരുന്നോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥനായി പോയേനേടാ. അന്ന് നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും അനാഥനായി പോയില്ലായിരുന്നു അച്ഛാ. എന്താണോ അത്? ഹിപ്പോപ്പോ അതോ ലോലിപ്പോപ്പോ? ഡ്രിൽ മാസ്റ്റർ പോലെ എന്തായി കാണിക്കുന്നേ? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പ്രോഗ്രാം കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ മ്യൂസിക് അവസാനിക്കുന്നത് വരെയും ഡാൻസ് നിർത്താതെ ചെയ്യണം. എന്താ നിർത്തി കളഞ്ഞിറങ്ങി? എന്തുപറ്റി? നിർത്തിയതല്ല മാസ്റ്ററെ, ഡാൻസ് ചെയ്ത് ചെയ്ത് ബോഡി പുകഞ്ഞു പോയി. ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ആരാ റംഗീല മാസ്റ്റർ? ഞാൻ റംഗീല മാസ്റ്റർ അല്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ബ്ലാക്ക് മെയിലിലൂടെ അവൻ മാസ്റ്റർ ആയതും നിങ്ങൾ ഹെൽപ്ലെസ് ആയതും എല്ലാം എനിക്കറിയാം. മോളെ, വളരെ നന്ദിയുണ്ട് മോളെ, നീ എന്നെ തിരിച്ചറിഞ്ഞതിന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നാടും കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവ ഇന്റർനാഷണൽ ആണ്. എന്റെ പ്രതിച്ഛായവും മാറ്റിക്കളഞ്ഞു, എന്റെ പൊസിഷൻ മാറ്റിക്കളഞ്ഞു. ഇവൻ എന്നെ കെട്ടിയിട്ട് കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കാ മോളെ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നിന്റെ കാല് ഞാൻ പിടിക്കാം, എന്നെ രക്ഷിക്കും മോളെ. മാസ്റ്ററിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല, അവനെ കൊണ്ട് മാസ്റ്ററുടെ കാല് ഞാൻ പിടിപ്പിക്കും. മാസ്റ്റർ, അമ്മ എന്താടോ? ബാത്റൂമിലെ കാല് വഴുതി വീണതാ. ബാത്റൂമിലോ? അങ്ങനെ പറയല്ലേ മോളെ, നീ പ്രായമായ പെൺകുട്ടിയല്ലേ, വെറുതെ വഴുതിന്ന് മാത്രം പറയരുത്. കാല് സ്ലിപ്പായെന്നാ പറയേണ്ടത്. തന്റെ പൊസിഷൻ എന്താ? ബോണിന്റെ മോളിൽ ബോൺ കയറിയതുകൊണ്ട് ഐ വാണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ല? അതിനെപ്പ ചെയ്തെന്നാ? പിന്നെ താനാണോ ചെയ്തത്? അല്ല മോനെ, ഇനി ഉടനെ എങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഡിസ്മിസ്ഡ്. നാളെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാമല്ലോ മാസ്റ്റർ. അസിസ്റ്റന്റിന്റെ കാല് പ്രോബ്ലം ആയാൽ ക്ലാസ് എന്തിനാ നിർത്തുന്നത്? അടപ്പ് തെറിച്ചട മോനെ. ഞാനോ? അതെ മാസ്റ്റർ, സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് പോലെ, രജനി സിഗരറ്റ് വലിക്കുന്നത് പോലെ, മെഗാസ്റ്റാർ സ്റ്റൈലിൽ മാഷ് ഡാൻസ് കളിക്കുന്നത് കാണണമെന്നത് എന്റെ അനിയത്തിയുടെ ആഗ്രഹമാണ്. വേറെ ഉടുപ്പില്ല മോളെ. നോക്കൂട്ടി, ഞാൻ കോച്ചാണ്. ക്രിക്കറ്റിലാണെങ്കിലും ഹോക്കിയിലാണെങ്കിലും ബോക്സിംഗിലാണെങ്കിലും കോച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഐ ആം ജസ്റ്റ് എ ഗൈഡ്. എന്താ എല്ലാരും വായും പൊളിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ലോജിക് ഒന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഡാൻസിലെ മാജിക് കാണണമെന്ന് വാ തുറന്ന് അങ്ങോട്ട് പറയേ. ഞാൻ ഡാൻസ് ചെയ്യണം, അത്രല്ലേ ഉള്ളൂ. ഞാനൊരു നല്ല പാർട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ എനിക്കൊരു പാർട്ണറെ തന്നാൽ ഡാൻസ് ചെയ്യാൻ ഞാൻ റെഡി. ഞാൻ ശരിക്കും ത്രില്ലടിച്ചു. ഹേയ് ഡോക്ടർ മാം, ഗേൾസ്, അവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. വേഗം പോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ടച്ച്? രാത്രിയിൽ ഉറക്കം വന്നില്ലേ? നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഉറക്കമേ ഇല്ലാതാവും. പേടിപ്പിക്കണം. ഇൻഫർമേഷൻ തന്നതാ. ചൈത്ര, ഡോട്ടർ ഓഫ് ബെല്ലാരി കാന്ത്. രാജ്, ബെറ്റിംഗ് രാജ്, മാസ്റ്റർ ഓഫ് ലവ്. ഹം പ്യാർ കെ ലിയെ കുച്ച് ഭി കരേംഗെ. പ്രേമോ? അത് എന്നോടോ? തോറ്റുപോകും നീ. ഡോക്ടർ മാം, വിജയമല്ലാതെ തോൽവി ഇല്ല എന്റെ ജീനിൽ. എന്താ അങ്ങ് പോയത്? ഇനി 5 മിനിറ്റ് കൂടി എന്നോട് സംസാരിച്ചാൽ വീണു പോകുന്നുള്ള പേടിയാണോ? നോക്കൂ മിസ്റ്റർ, കളർഫുൾ ഡ്രസ്സിൽ വന്ന് 4 സ്റ്റെപ്പ് ചെയ്ത് ചില നമ്പറൊക്കെ കാണിച്ചെന്ന് വെച്ച് വീഴുന്ന ക്യാരക്ടർ അല്ല ഞാൻ. നീ നിന്റെ ജീനിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, അത്രയേറെ നീ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ 3 ടെസ്റ്റുകൾ ചെയ്യാം. എന്താണത്? പ്രേമ പരീക്ഷ? എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നോ പ്രോബ്ലം, ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവും ഞാൻ. നാളെ എനിക്ക് ഹോളിഡേയാ. ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഫാമിലിയോടൊപ്പം GVR മോളിൽ പോകും. അവിടെ വന്ന് എന്റെ ഫാമിലിയുടെയും സെക്യൂരിറ്റിയുടെയും മുന്നിൽ വെച്ച് പ്രേമലേഖനം തന്നെ നീ പ്രപ്പോസ് ചെയ്യും. അപ്പൊ ആലോചിക്കാം നിന്നെ കുറിച്ച്. എന്നെ വെറുതെ കുപ്പിയിലിറക്കാനുള്ള പ്ലാൻ ഒന്നും അല്ലല്ലോ. ഓൾ ഇസ് വെൽ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ? അത്ര ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ലെറ്റർ തന്നിട്ട് നിന്റെ ലവ് പുസ്തകത്തിൽ ആദ്യ പേജിൽ ഞാൻ എന്റെ പേരെഴുതും. കൽ മോൾ മെമലെങ്കെ. ബട്ട് വൺ കണ്ടീഷൻ. നീ എന്റെ ആളുകളെ തല്ലിയാലും അവർ നിന്നെ തല്ലിയാലും നീ തോറ്റതുപോലെ. കറക്റ്റ് ആയിട്ട് ആപ്പ് വെച്ചല്ലോ. ഓക്കെ, ടീക്കേ, കൽ മിലെങ്കെ. ഐ വിഷ് യു എ വെരി ബാഡ് ലക്ക്. ബൈ. എന്തുടലായിക്കോ.
ആരാടാ നീ? അവിടെ വന്ന് പറയണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ? ഡേയ്, അവനെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താ ഇത് ബെല്ലാരി? സെക്യൂരിറ്റികളുണ്ട്, റൗഡികളുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിറങ്ങാൻ അത്രയ്ക്ക് പേടിയാ. ഡേയ്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാടോ, ബെല്ലാരി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഒരു പേരും കിട്ടാത്തോണ്ടാണ് സ്ഥലപ്പേരിട്ടിരിക്കുന്നത്? മാറ്റടോ. നിന്റെ തല ഞാൻ തെറിപ്പിക്കും. ഡാ, മറിക്ക്. ആരാടാ നീ? രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് ജ്യാദ. തുറന്നു പറയാം, നിങ്ങളുടെ മോളെ എപ്പ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നൊന്നും അറിയണ്ട. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്. बेबी, दूध में चावल मिले तो खीर कहते हैं, और तुम जैसे प्रेमी मिले तो तकदीर कहते हैं. I love you. Bye, uncle. ഇത് ധൈര്യമുണ്ടെങ്കിൽ രാജാവാകാം എന്ന TV റിയാലിറ്റി ഷോ ആണ് സാർ. ടിവിയിൽ വരുന്നുണ്ട് ഡാഡി. Yes, baby, that's it. സെലിബ്രിറ്റിക്ക് ഷോക്ക് എന്ന പേരിൽ ഇത് സൺഡേ ടിവിയിൽ സോറി സാർ. വളരെ നന്നായിരുന്നു സർ. സോറി സാർ, ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത് സാർ വിജയിച്ചതുകൊണ്ട് സർഫ് എക്സൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചാ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ എവിടെ? കോൺസെപ്റ്റ് കൺസീവ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ EVV പൊറ്റി. ഈ സർഫ് എക്സലിൽ മുക്കി ഇവനെ വെളുപ്പിച്ചെടുക്ക. എന്ത് പറ്റി? സർഫ് എക്സൽ കൊണ്ട് തുണി കഴിക്കൊണ്ടിരുന്നപ്പോ കാല് തന്നെ വീണതാ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാരെങ്കിൽ എന്റെ അനിയത്തിയുടെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ ജീവിച്ചോളെ. നിന്റെ അനിയത്തിയുടെ ഡ്രസ് ഞാൻ അലക്കാനാ? നിന്റെ അനിയത്തി ഉടുക്കുന്ന തുണിയാണെന്ന് വിചാരിച്ചിരിക്കാൻ മോനെ. ടെന്റ് അടിക്കുന്ന ക്ലോത്ത് അല്ലേ അത്? അത് അലക്കുന്നിടത്ത് കൊടുത്താ പോരെ? എവിടേക്കാ? പ്രാക്ടീസ് ഓ, കോഫി. താങ്ക് യു. വെൽക്കം. ഹായ് ചൈത്ര, ഇന്നലത്തെ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ചീപ്പായിരുന്നു. ചീപ്പോ? അല്ലാതെ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്കുമെന്ന് വിചാരിച്ചെടുത്ത് ചീപ്പ് TV പ്രോഗ്രാം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ചൈത്ര? നീ കണ്ടീഷൻ സപ്ലൈ ചെയ്തപ്പോ ഞാൻ കോമൺ സെൻസ് സപ്ലൈ ചെയ്തു. ഇത് സ്ട്രീറ്റ് സ്മാർട്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശരി, രണ്ടാമത്തെ ടെസ്റ്റായിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിനക്ക് ഫ്ലവർ തരും. എന്റെ വീട്ടിൽ വന്നോ? എന്താ നിനക്ക് ഇത്ര സംശയം? 4 ഫ്ലോറ്, 8 ഹോള്, 20 ബെഡ്റൂം, 200-ലധികം സെക്യൂരിറ്റീസ്, കത്തിയും കൊടുവാളും അല്ലാതെ തോക്കും ഉണ്ട്. നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് പൂ തന്ന് പ്രപ്പോസ് ചെയ്യൂ അല്ലേ? ഡെഫിനറ്റ്. കള്ളനെ പോലെ മതിൽ ചാടിയിട്ടല്ല, നായകനെ പോലെ മെയിൻ ഗേറ്റിലൂടെ വന്ന് എല്ലാവരെയും ആട്ടിച്ചൊതുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിച്ചോളൂ, ആരെ വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ നിന്നെ ആരും തൊടാൻ പാടില്ല. ഞാനും വെക്കുന്നു, എന്റെ ദേഹത്ത് ഒരുത്തുണ്ടെങ്കിൽ അടി വീണാൽ, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് താഴെ വീണാൽ ഈ ലവ് മാറ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. We will see. യു വിൽ സീ. ഫസ്റ്റ് റിയാലിറ്റി ഷോ കണ്ടല്ലോ, ഇനിയിപ്പോ റിയൽ ഷോ കണ്ടല്ലോ. Again, I wish you very bad luck. താങ്ക് യു. നീയാ? പിന്നെ ഏത് റിയാലിറ്റി ഷോ ചെയ്യാനാണ് വന്നത്? അല്ല, ഇത്തവണ റിയൽ ഷോ ചെയ്യാനാ വന്നത്. യാ, എന്റെ സ്വീറ്റ് ഹാർട്ടിന്, മേരെ ദിൽ കി ധഡ്കൻ, മേരെ ജാനോ കി പൂ കൊടുക്കാൻ വന്നത്. ശരിക്കും നിന്റെ കെയർ ഓഫ് എന്താടാ? കറേജ്, സൺ ഓഫ് വിക്കി. ടൈം വേസ്റ്റ് ചെയ്തൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഡാർലിംഗിന് പൂ കൊടുത്തിട്ട് വരാം. ഒരടി മുന്നോട്ട് വെച്ച് നോക്കടാ. ഏയ്, നിനക്ക് ഞാനൊരു ബമ്പർ ഓഫർ തരാം. ഒരടി വെക്കുമ്പോ എന്നെ തടഞ്ഞു നോക്ക്. എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ തിരിച്ചു പോയിക്കോളാം. ഡേയ്, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ കാലെടുത്ത് വെക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെക്കടാ.
ഞാൻ എന്ത് തമാശ പറഞ്ഞിട്ടാണ് നീ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ കൊന്നത്തെങ്ങ് പോലുള്ള ഉയരം, ഹിമാലയം പോലുള്ള ശരീരം, ഭീമന്റെ ധൈര്യവും ഹനുമാന്റെ രൂപവും അരണയുടെ ബുദ്ധിയും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവര് തോക്കെടുത്തെന്ന് വെച്ചാ നീ വേറെ ഒരു പേടിത്തൊണ്ടനാണെന്നും എന്റെ അത്ര പവർഫുൾ അല്ലെന്നാണ് അർത്ഥം. കാണിക്കലണ്ട, നമ്മുടെ ടൈം ഇപ്പൊ ശരിയല്ല. എന്റെ അല്ലടാ, നിങ്ങടെ. അവനകത്ത് കിടക്കാൻ സമ്മതിക്കരുത്. ആ പൂ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്ക്. Silman macha, ni dhira veera daga daga dhum dham macha. Love you. राज, बेटिंग राज, आदमी कम रिस्क ज्यादा. സത്യ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കാണുന്നത്? ആ TV ചാനലുകാരൻ വന്ന് മോക്ക് പൂ എടുത്തിട്ട് പോയതാ. അവൻ പൂവ് കൊടുത്തപ്പോ നിങ്ങൾ എന്തെടുക്കായിരുന്നു? സാറേ, അവന്റെ കയ്യിൽ ഞാൻ പൂ പിടിച്ചു വാങ്ങാൻ നോക്കി. അവൻ അടിക്കാനും ചെന്നു. എന്നിട്ട് ഇങ്ങനെ അടിച്ചോടാ? അടിച്ചു സാറേ, അവൻ ഇങ്ങനെ അടിച്ചു.